തട്ടിപ്പ് വാർത്തകൾ കേരളത്തിൽ ഒരു പുതിയ കാര്യമല്ല. ഒരുപാട് തട്ടിപ്പിൻ്റെ കഥകൾ വരാറുണ്ട്. അത്തരമൊരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ശുദ്ധ തട്ടിപ്പ്. കൊച്ചിയിൽ ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകമാകുന്നു എന്ന് വാർത്തകൾ വരുന്നു. കണക്കുകളും അതാണ് സൂചിപ്പിക്കുന്നത്. സൈബർ വിഭാഗത്തിൽ ഈ വർഷം ലഭിച്ചത് 4000 പരാതികൾ. ഇതെല്ലാം തട്ടിപ്പിൻ്റെ കാര്യമാണ്. ജോലി വാഗ്ദാനം നൽകിയുള്ള തട്ടിപ്പുകളാണ് ഇതിൽ ഭൂരിപക്ഷവും. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പേരിൽ പോലും ഇപ്പോൾ കേരളത്തിൽ തട്ടിപ്പ് നടക്കുന്നെന്നാണ് പറയുന്നത്. മരട് സ്വദേശിയായ ഒരാൾക്ക് നഷ്ടമായത് 9 ലക്ഷം രൂപയാണിപ്പോൾ. കൊച്ചിയിൽ ഓൺലൈൻ തട്ടിപ്പ് സംഘം പിടിമുറുക്കുകയാണ്. മുൻവർഷങ്ങളെക്കാൾ 40% വർധനവാണ് ഇത്തവണ കേസുകളിൽ. ജോലി വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പുകളാണ് അധികവും. ജോബ് ടാസ്ക് എന്ന ഗ്രൂപ്പിലൂടെ ലക്ഷങ്ങൾ നഷ്ടമായവരുണ്ട് കൊച്ചിയിൽ. ജോലി ആവശ്യമുള്ളവർക്കായി ചില ടാസ്കുകൾ ആദ്യം നൽകും. പൂർത്തിയാക്കിയാൽ നിശ്ചിത തുക ലഭിക്കും. പിന്നീട് പേയ്മെന്റ് ടാസ്കുകളാണ്. ഇതിലൂടെയാണ് പണം നഷ്ടമാകുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പേരിലും തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അനധികൃതമായി തുക അക്കൗണ്ടിലേക്ക് എത്തിയെന്നും വെരിഫിക്കേഷൻ നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് തട്ടിപ്പ്. അന്വേഷണ ഏജൻസികളുടെ യൂണിഫോം ധരിച്ച് ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന തട്ടിപ്പുകാർ വീഡിയോ കോളിലെത്തും. വീട്ടിൽ അറസ്റ്റിലാണെന്നും അക്കൗണ്ട് വിവരങ്ങൾ നൽകണമെന്നും ആവശ്യപ്പെടും. മരട് സ്വദേശിക്ക് ഇങ്ങനെ നഷ്ടമായത് 9 ലക്ഷം രൂപ. വിപണന, വിവാഹ ഓൺലൈൻ സൈറ്റുകളുടെ പേരിലും തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സംഘങ്ങളാണ് ഈ തട്ടിപ്പുകൾക്ക് പിന്നിൽ. സ്വയം ജാഗ്രത പുലർത്തുകയല്ലാതെ ഈ ഓൺലൈൻ കെണിയിൽ നിന്ന് രക്ഷ നേടാൻ മറ്റു വഴികളില്ല. വിനീത VG, 24 കൊച്ചി. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.